നമസ്കാരം. ഗീതാഞ്ജലിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പുതിയ ഗാന രചയിതാക്കളിൽ ഏറെ പ്രമുഖനായ, നിരവധി ഗാനങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് കീഴടക്കി കഴിഞ്ഞ ശ്രീ വയലാർ ശരചന്ദ്രവർമ്മയാണ് നമ്മുടെ ഇന്നത്തെ ഗീതാഞ്ജലിയിൽ അതിഥിയായി എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സംഗീത അനുഭവങ്ങൾ നമ്മുടെ ഗീതാഞ്ജലിയുടെ ഇതിനു മുൻപുള്ള അധ്യായത്തിൽ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇനിയും ധാരാളം അദ്ദേഹത്തിൽ നിന്നും നമുക്ക് കേൾക്കാനുണ്ട്. ശ്രീ വയലാർ ശരചന്ദ്രവർമ്മയുമൊത്തുള്ള ഗീതാഞ്ജലിയുടെ അടുത്ത അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. മിഴി രണ്ടിലും എന്നുള്ള ചലച്ചിത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നീട് വന്ന ഒരു മേജർ ബ്രേക്ക് കരിയറിലെ ചാന്തുപോട്ട് സംശയം. മിഴി രണ്ടിലും എന്നുള്ളത് പിന്നിലൊരു എഴുത്തുകാരനുണ്ടെന്ന് രഞ്ജിത്ത് മനസ്സിലാക്കി കൊടുത്തു മലയാളികൾക്ക് നന്നായിട്ട്. ശരിക്കും എൻ്റെ പൊന്നും പറയാനുണ്ടെങ്കിലും മിഴി രണ്ടിലുമാണ് ശരിക്കും ഒന്നുകൂടെ എന്നിലെ എഴുത്തുകാരനെ എത്തിച്ചു കൊടുത്തത്. ചാന്തുപോട്ടാണ് സാധാരണ ആൾക്കാരിലേക്ക്, സാധാരണ ഇപ്പം സാഹിത്യം ഒന്നും അറിയാൻ വയ്യാത്ത ആൾക്കാർ മിഴി രണ്ടിലും കുറച്ചുകൂടി ഒരു ഉയർന്ന ക്ലാസ്സിനും ഒരു തലത്തിലേക്ക് താഴോട്ട് വന്നിട്ടില്ല. പിന്നെ സംഗീതത്തിൻ്റെ ഗുണം കൊണ്ടും ആലാപനത്തിൻ്റെ ഗുണം കൊണ്ടും ആൾക്കാർ കേട്ടു ആ പാട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ സാഹിത്യത്തിൻ്റെ അർത്ഥമൊന്നും അറിയാത്തവരുണ്ടല്ലോ, അവരിലേക്ക് വന്നിട്ടില്ല. പക്ഷെ അത് വന്നത് ആഴക്കടലും പിന്നെ ഓമനപ്പുഴ കടപ്പുറവും ആണ്. ചാന്ത് കുടഞ്ഞൊരു അത് വേറെ തലത്തേക്ക്. അത് അതിനകത്ത് എനിക്ക് ഉണ്ടായ ഗുണം വെച്ചാൽ എനിക്ക് ഈ മിഴി രണ്ടിലും പോയിട്ട് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അതിനു മുമ്പ് എനിക്ക് മുത്തശ്ശിയമ്മ അസുഖമായിട്ട്, അച്ഛൻ്റെ അമ്മ അസുഖമായിട്ടുള്ള സമയത്തൊന്നും ജോലി നഷ്ടപ്പെട്ടു. അതിനുശേഷം മിഴി രണ്ടിലും വീണ്ടും ജോലി നഷ്ടപ്പെട്ടു. പക്ഷേ അച്ഛനും മുത്തശ്ശിയമ്മയുടെ അതിന് ഞാൻ പിന്നെ മനഃപൂർവ്വം പോകാണ്ടിരുന്നത്. കാര്യം എനിക്ക് അച്ഛനില്ലാത്ത കാരണം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മുത്തശ്ശിയമ്മയുടെ മകൻ നിൻ്റെ അച്ഛനില്ല, അതാ കുറവ് നിൻ്റെ മുത്തശ്ശിയമ്മയ്ക്ക് ഉണ്ടാവരുത്. അച്ഛൻ എങ്ങനെ മുത്തശ്ശിയമ്മയെ നോക്കുമോ അതുപോലെ നീ നോക്കിക്കൊള്ളു. അത് നിനക്ക് ജോലി പോയാലും സാരില്ല. കാര്യം നിനക്ക് അച്ഛൻ്റെ പേരിലാണ് ജോലി കിട്ടിയത്, അല്ലെങ്കിൽ മുത്തശ്ശിയമ്മയുടെ പേരിലാണ്. അവർക്ക് വേണ്ടി നിൻ്റെ ജോലി ഉപേക്ഷിക്കാൻ നീ തയ്യാറാണ്. അങ്ങനെ മുത്തശ്ശിയമ്മയുടെ അനിയത്തിയുടെ കല്യാണമൊക്കെ ബന്ധപ്പെട്ട് എനിക്ക് 1.5 മാസം ലീവ് എടുക്കുമ്പോൾ കമ്പനിയിൽ പ്രശ്നമായി. അങ്ങനെ ഡിസ്മിസ് ചെയ്തു കമ്പനിയിൽ നിന്ന്. മുത്തശ്ശിയമ്മ മരിച്ചപ്പോൾ ഡിസ്മിസിൽ പിൻവലിക്കാൻ തയ്യാറായി. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് വാശിയായി, വേണ്ട ഞാൻ വരുന്നില്ല. കാര്യം എനിക്ക് എപ്പോഴാണോ ദയ വേണ്ടിയിരുന്നത് അന്നേരം തന്നില്ല. ഇപ്പം ഇത് കിട്ടിയിട്ട് കാര്യമില്ല, ഞാനങ്ങനെ പോകാണ്ടിരുന്ന. പക്ഷേ 3 വർഷം കൊണ്ട് നമ്മളൊരു ജോലി ഇല്ലാത്തതിൻ്റെ ഗതികേടെന്ന് മനസ്സിലായി. പിന്നെ രണ്ടാമത്തെ ഗൗരിമയാണ് എനിക്ക് രണ്ടാമത് ജോലി പഠിച്ചത്. അങ്ങനെ മിഴി രണ്ടിലെ സമയത്ത് ഈ പറഞ്ഞ ആദ്യം മരം പെയ്യുമ്പോഴാണല്ലോ പോയത്, അന്ന് ലീവ് കൂടുതൽ എടുത്ത് പറഞ്ഞാൽ വീണ്ടും ജോലി പോയി. അങ്ങനെ ജോലി 2 വട്ടം നഷ്ടപ്പെട്ടു. രണ്ടാമത്തോളം അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം തീരുമാനിക്കുക, നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് വേണം. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ പ്രസിദ്ധനാകുന്നത്, പക്ഷെ അത് വേറെ ലോകം. ഞങ്ങളുടെ സേവനം വേണം താനും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുക. 2 വള്ളത്തിലും കൂടെ ചവിട്ടരുത്. ബാംഗ്ലൂരിൽ തന്നെ വിളിച്ച് പറഞ്ഞത്. ആ സാഹചര്യത്തിൽ അങ്ങനെ നമ്മൾ ഭയപ്പെട്ട് എഴുതാണ്ടിരിക്കുമ്പോഴാണ് ചാന്തുപോട്ട് വരുന്നത്. വിദ്യാസാഗർ സാർ സംഗീതം മദിരാശി പോയേ പറ്റും. അയ്യോ, അപ്പോൾ എന്ത് ചെയ്യും? ആകപ്പാടെ വിഷമമായി. കാര്യം ഇനി ജോലി പോയാൽ കിട്ടില്ല. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ലാൽ ജോസ് വീട്ടിൽ വന്നിട്ട് ഈ കഥ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതൊക്കെ ആ സമയത്താണ്. ഇതിനെ പറ്റിയുള്ള കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞ് വിദ്യാസാഗർ സാറ് കേരളത്തിലേക്ക് വരിക. സാധാരണ അവിടെ പോയി ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ ആലപ്പുഴയിൽ പോയിട്ട് ആലപ്പുഴയിൽ ഒരു റിസോർട്ടിൽ പോയി ഒരു ദിവസം ചെന്നിരുന്നു. അന്നൊന്നും പറഞ്ഞില്ല. അന്ന് വെറുതെ ടേബിൾ ടെന്നീസ്, ക്യാരംസ് ഞങ്ങൾ കളിച്ച് വിദ്യാസാഗറിനെ എന്നെ ഒന്ന് ഫ്രണ്ട്ലി ആക്കുക, അതായിരുന്നു ഉദ്ദേശം. അങ്ങനെയൊക്കെ ആക്കിയിട്ട് പിറ്റേ ദിവസമാണ് കഥ പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ അന്ന് ഈ പടത്തിൻ്റെ പേര് അത്ഭുത വിളക്കെന്നായിരുന്നു. അതുകൊണ്ടാണ് ഈ ആഴക്കടലിൻ്റെ അങ്ങേക്കരയിൽ അതിനകത്ത് പൊന്നായി മിന്നും വിളക്ക് എന്ന് വാക്ക് വരാൻ കാര്യം. അത്ഭുത വിളക്ക്, ഈ ദിലീപിൻ്റെ കഥാപാത്രം ഒരു അത്ഭുത വിളക്കാണ്. അങ്ങനെ അത് അന്ന് നമ്മളിരുന്ന കഥയെല്ലാം പറഞ്ഞ്, അപ്പോൾ വിദ്യാസാഗർ സാർ പറഞ്ഞു, എനിക്ക് ഈ ട്യൂണിട്ടുള്ള എഴുത്ത് മടുത്തു, എന്തെങ്കിലും എഴുതി തരാം. അതിനുശേഷം ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ നമ്മൾ പാട്ട് എഴുതും, പക്ഷേ എന്തെങ്കിലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്നത്തെ ക്യാമറമാനായ രാജീവ് രവി റിസോർട്ടിലേക്ക് വരുന്നു. അപ്പോൾ പിന്നെ വിദ്യാസാഗർ സാർ ഇതിനകത്ത് ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുക, വെറുതെ എന്തൊക്കെയോ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് രാജീവ് രവി എന്നിട്ട് ലാൽ ജോസെ, ലാലു ഓമനപ്പുഴ കടപ്പുറം നല്ല ലൊക്കേഷൻ. അപ്പോൾ കൃത്യമായിട്ട് ഈ ട്യൂൺ ഉണ്ടല്ലോ ഇദ്ദേഹം വായിച്ചുകൊണ്ട് നിൽക്കുന്നത്, അതിനകത്ത് ഈ ഓമനപ്പുഴ കടപ്പുറം കൊള്ളു. അപ്പോൾ ഞാൻ വെറുതെ ഓമനപ്പുഴ കടപ്പുറത്തിന് ആ ട്യൂൺ അനുസരിച്ച് എഴുതി. അത് 2 വരി അന്നേരം എഴുതിയുള്ളൂ. അപ്പോൾ അത് പറഞ്ഞു, നമുക്ക് ഇതിനകത്ത് പാട്ടുകൾ എഴുതി ട്യൂൺ ചെയ്യാം. അപ്പോൾ എനിക്കത് വലിയൊരു ആശ്വാസമായി. എന്താ അറിയോ, അല്ലെങ്കിൽ ഞാൻ പോകേണ്ടി വന്നാലോ, എനിക്ക് ജോലി എപ്പോൾ വേണമെങ്കിലും പോകാൻ വീടിനടുത്ത് തന്നെ വീടിനടുത്ത്. അപ്പം അങ്ങനെ 3 പാട്ട് ഞാൻ എഴുതിയിട്ട ട്യൂൺ. ആഴക്കടലും, ചാന്ത് കുടഞ്ഞത്, ഓമനപ്പുഴ. പിന്നെ അതിനകത്തൊരു ഗോവൻ സോങ് മാത്രമേ ഉള്ളൂ. അതിന് മദ്രാസിൽ പോയി ഒരു ദിവസത്തെ കാര്യം ഉണ്ടായിരുന്നു. അത് ഒരു 3 ദിവസമൊന്നും ലീവ് എടുത്താൽ കുഴപ്പമൊന്നുമില്ല. അവിടെ പോയി 2 ദിവസം കൊണ്ട് ആ പാട്ട് തീർത്തും തിരിച്ചു പോന്നു. അങ്ങനെ എഴുതിയിട്ട് ട്യൂൺ ചെയ്യാൻ സാധിച്ചുകൊണ്ട് എനിക്ക് വീണ്ടും
രഞ്ജിത്ത് കാണിച്ചു തന്ന വഴിയിലേക്ക് ലാൽ ജോസിനെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് കുറേ കൂടെ സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ ആഴക്കടലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ സിറ്റുവേഷൻ ഇഷ്ടംപോലെ പറഞ്ഞു. ആദ്യം തന്നെ ആഴക്കടൽ ജനകീയമ പാടണം എന്നുള്ളൊരു തീരുമാനം ലാൽ ജോസ് ഉണ്ടായിരുന്നു. കാര്യം അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ജനകീയമത് പാടിയപ്പോൾ ഒരു രസം ഉണ്ടായത്, ആ അമ്പാടി തന്നെയല്ലേ ഉണ്ണിയെ പോലെ നീ കൊമ്പനാണെങ്കിലും കുഞ്ഞ്, കൊമ്പനാണാണല്ലോ. പക്ഷേ പാടി വന്നു കഴിച്ചപ്പോഴത്തേക്ക് അന്ന് എനിക്ക് തോന്നുന്നു വിദ്യാസാഗർ സാറിന് ഇത്രയും മലയാളമായിട്ടുള്ള പരിചയം കുറവായിരുന്നു. അപ്പം ഇമ്പായി ഇച്ചായി ഒരുപോലെയാണല്ലോ. നമ്മൾ ചായയുടെ ചോട്ടിൽ വിടാൻ ഇമ്പാ പോലെ ഇച്ച എഴുതാമല്ലോ. ജനമേ പാടിയത് അങ്ങനെ, അമ്പാടി തന്നെയല്ലേ ഉണ്ണിയെ പോലെ നീ കൊച്ചനാണെങ്കിലും കൊമ്പന് പോയാൽ. പിന്നെ രണ്ടാമത് പാടിച്ചത് അങ്ങനെ. അത് ആ പാട്ടെന്ന് വെച്ചാൽ അത് മുത്തശ്ശിയമ്മയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഞാൻ എഴുതിയ പാട്ടാണ്. അച്ഛൻ്റെ അമ്മയാണ് എന്നെ കൊണ്ട് ആ പാട്ട്. അതിൻ്റെ ആദ്യത്തെ ഞാൻ പാട്ട് തുടങ്ങുന്ന എവിടെയെന്നറിയോ, എഴുതി തുടങ്ങുന്നത് അനുപല്ലവിയുടെ അവസാന ഭാഗം, ഇല്ലില്ലാ മുത്തിയെ കണ്ടു മയങ്ങുമീ നല്ല കിനാവുള്ള. അതാണ് ആദ്യം ഞാൻ എഴുതിയ പാട്ട്. അവിടുന്നാണ് മുകളിലോട്ടും താഴോട്ടും പാട്ടുണ്ടായത്. ഇല്ലില്ലാ മുത്തി മുത്തശ്ശിയമ്മ പറയുന്നൊരു വാക്കായിരുന്നു. ഞങ്ങളൊക്കെ അനിയത്തിമാരൊക്കെ കുഞ്ഞാൻ്റെ മുത്തശ്ശിമാരെ ഞങ്ങളെല്ലാവരും കുളിപ്പിക്കുന്നതും ഉറക്കുന്നതൊക്കെ. അപ്പോൾ അത് ആ ചിത്രം മനസ്സിലുണ്ട്. അപ്പോൾ ഇങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഉറങ്ങുമല്ലോ കുഞ്ഞ്. അപ്പോഴാണ് നമ്മൾ കണ്ണെഴുതിക്കുക പൊട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ സമയത്ത് കുഞ്ഞ് ചിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും. അപ്പോൾ മുത്തശ്ശി ഇതേ ഇല്ലില്ലാമത്തി പൂവ് കാണിക്കുക എന്ന് പറയും. ഇല്ലില്ലാമത്തി ഏതൊരു സാങ്കല്പിക കഥാപാത്രമാണ്, ആരാന്നറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഈ കുട്ടി കരയുകയും ചെയ്യും. ഇങ്ങനെ കരയുന്ന പോലെയാണെങ്കിൽ ഇതേ ഇല്ലില്ലാമത്തി ദേഷ്യപ്പെടുക. ഇങ്ങനെ ആ വാക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു മുത്തശ്ശി താരാട്ടാണല്ലോ ഇത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ആ മുത്തശ്ശിമ്മയുടെ നാക്കത്തെ വാക്കുകൊണ്ട് തന്നെ അതിനെ തുടങ്ങി. എന്നിട്ടാണ് പിന്നെയാണ് ആഴക്കടലൊക്കെ ഉണ്ടായത്. നമുക്ക് ഗാനം ഒന്ന് കാണാം. മേട്ടിൽ
ജനിച്ച പെണ്ണാള് വേണം. ആഴക്കടലിൻ്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേറ്റിൽ അമ്പിളി മാമനെ പോലെൻ്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ, ഒട്ടിക്കിടക്കുന്ന മുത്തേ, ഒട്ടിക്കിടക്കുന്ന മുത്തേ. ഈ പാട്ട് പാടുമ്പോൾ ജാനകി അമ്മയ്ക്ക് അറിയാമായിരുന്നു ഇത് കൊച്ചു വയലാർ എഴുതിയ അല്ല ഇല്ല അറിയില്ല. ഞാൻ അത് കഴിഞ്ഞ് ഒരു എറണാകുളത്ത് വന്നപ്പോൾ കണ്ട സമയത്ത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ശരി ശരി. ഇതിനകത്ത് വേറൊരു രസം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ജയൻ ചേട്ടനും പാടിയിട്ടുണ്ട് CD-ൽ ഈ പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പാട്ട് വിമർശനം നടത്തിയ ഒരു പ്രമുഖൻ അദ്ദേഹം പറഞ്ഞാൽ വെച്ചാൽ അദ്ദേഹം സിനിമ കണ്ടില്ല എന്നുള്ള തെളിവ് വരും. എനിക്ക് ഞാൻ പറയാൻ കാര്യം ഈ സിനിമ കണ്ടിട്ട് നിരൂപണം ചെയ്യാവൂ. ജയേന്ദ്രൻ നന്നായിട്ട് പാടിയിരിക്കുന്നു. അദ്ദേഹം നിരൂപണം എഴുതിയത് ജയേന്ദ്രൻ നന്നായിട്ട് അത് ജയേന്ദ്രൻ്റെ പാട്ടല്ലേ സിനിമയെ കൊടുക്കണ്ടേ? ഒരു മുത്തശ്ശി പാടുകയാണേ, എന്താ അല്ലേ? ഒന്നും അറിയാതെ പാട്ടുകളെ ഒരു കീറി പക്ഷെ അല്ല അതിപ്പോ ഇപ്പൊ നമുക്ക് ശീലമായി. അതൊക്കെ ഭയങ്കര വേദനയാണ്. വിമർശനങ്ങൾ അല്ലേ, അതിനൊക്കെ മറുപടി പറയാറുണ്ടായിരുന്നു? ഞാൻ ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല. അതിന്റെ കാര്യമില്ല. അതിന് നമുക്ക് അറിയാവുള്ളൂ എങ്ങനെയാന്നുള്ളത്. കണ്ടവർക്കെങ്കിലും അത് പ്രതികരിച്ചാലേ അവർ മനസ്സിലാക്കുകയുള്ളൂ. ഞാൻ എന്താ പ്രശ്നം വെച്ചാല് ഇത് ഒരു പാക നമ്മൾ അറിയാണ്ട് വളരും. അത് വേണ്ട. ഒരു ഗുണ്ട ആക്കിൽപ്പെടുണ്ടല്ലോ, മോശമാണെങ്കിൽ ആയിക്കോട്ടെ. അതുകൊണ്ട് അത് അങ്ങനെ ഒരു താല്പര്യം എനിക്കില്ല. തെറ്റുമ്പം നമ്മൾ എഴുതുന്നതെല്ലാം ശരിയാന്നുള്ളതല്ല. നമ്മൾ എഴുതിയ ശരിയുണ്ടെങ്കിൽ ശരിയെന്ന് പറയണം. അതിനകത്തും തെറ്റ് കണ്ടുപിടിക്കാനുള്ള ശ്രമം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമുണ്ട്. ഞാൻ സൂര്യൻ ചാന്ത് കുടഞ്ഞു നാണം പൊട്ടു തൊടുന്നു. ശരത്തെ നമുക്കൊരു കാര്യം ചെയ്യാലോ, ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് പൊട്ടു തൊടുന്നൊരു നാണം തീരുത്ത്. അങ്ങനെ ആക്കിയാലെന്താ? അപ്പൊ ചാന്ത് പൊട്ടു എന്നുള്ള ആ ചാന്ത് തുടങ്ങിയ പൊട്ട് ലാലേട്ടൻ്റെ തിരുത്തല്ല. ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് പൊട്ടു തൊടുന്നൊരു നാണം തീരത്ത്. പഴയ തലമുറയിൽ എത്രയോ പാട്ട് എഴുത്തുകാരുണ്ട്. അവരെന്തെന്നാ എഴുതാത്തത്? അവർക്ക് കഴിവില്ല അല്ല. ഇന്ന് വേണ്ടത് ഇങ്ങനത്തെ സൂത്രപ്പണിക്കാരെയാണ്, ഞങ്ങളെ പോലെ. ഹൃദയവും ഹൃദയവും പുണരുമീ നിമിഷമായി. മെജോ ജോസഫിനെ കണ്ടിട്ടുണ്ട്, ഇത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു നിഷ്കളങ്കനായ ആ ശരിക്കും മെജോയുടെ നിഷ്കളങ്കത്തോടല്ലോ അത് ഈ പാട്ടിൽ മുഴുവനുണ്ട്. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ല മുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ.